ഡ്രോയിലായിരുന്നല്ലോ ഇത് വെച്ചിരുന്നത്. ഇന്നത് എവിടെ പോയി? ആരാ ആരാ ഇതിനകത്ത് കയറി വന്നത് എടുത്തു മാറ്റിയത്? ജെനി, ജെനി! എവിടെ പോയി? എന്താ മാഡം? എന്റെ മുറിയിൽ ആരാ കയറിയത്? ആരും കയറിയിട്ടില്ല മാഡം. ദേ, കള്ളം പറയരുത്. എന്നിട്ടാണോ എന്റെ മുറിയിൽ ഞാൻ വെച്ചിരുന്ന സാധനങ്ങള് കാണാതെ പോകുന്നത്? കാണാതെ പോയോ? എന്ത് സാധനം മാഡം? ഇവിടെ ഈ ഡ്രോയിൽ ഇരുന്ന തോക്ക് പിന്നെ ആരാ എടുത്തോണ്ട് പോയത്? അയ്യോ, തോക്ക് കാണാതെ പോയോ? എങ്ങനെ? അത് എന്നോടാണോ ചോദിക്കുന്നേ? നീയാണോ അതെടുത്തേ? അയ്യോ, എന്തിനാ മാഡം എനിക്ക് തോക്ക്? ഞാൻ എടുത്തിട്ടില്ല. ഈ വീടും പരിസരവും സൂക്ഷിക്കാനും ഇവിടെ ഞാൻ അറിയാതെ ആരും കേറാതിരിക്കാനും വേണ്ടിയാ നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നെ. ഈ വീട്ടിലെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കല്ലേ? അതെ മാഡം, പക്ഷെ ഈ മുറിയിൽ ആരും കയറിയിട്ടില്ല. പിന്നെ എങ്ങനാടി എന്റെ ഡ്രോയിൽ ഇരുന്ന തോക്ക് കാണാതെ പോയത്? ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നീ അറിയാതെ ഒരാളും എന്റെ റൂമിൽ കയറില്ല, അതെനിക്ക് ഉറപ്പാ. ദേ, എന്റെ തോക്ക് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഇതിനകത്തിട്ട് കത്തിക്കും ഞാൻ. എന്റെ മുന്നിൽ കണ്ടുപോരുത്. ശമ്പളം വാങ്ങാനും തിന്നാനും മാത്രം നടക്കുന്ന കഴുതകള്. ഇറങ്ങിപ്പോ എന്റെ മുമ്പിന്ന്. മാഡം, പോകാൻ. കേൾക്കാതിരിക്കാൻ എന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. നിങ്ങളിപ്പോ എവിടെയാ? പുലി പിന്നെയും വെളിച്ചാടി. ഇവർക്ക് ഇത്ര അഹങ്കാരം കൂടുതലാണ്. ആ, ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട് വേണം, പറഞ്ഞോളൂ. എന്താ മേഡത്തിനൊരു ടെൻഷൻ? എന്തുപറ്റി? എടോ, ഒരു പ്രശ്നമുണ്ട്. ആ തോക്ക് ഇപ്പോ ഇവിടെ കാണുന്നില്ല. കാണാനില്ലെന്നോ? പിന്നെ തോക്കോടെ പോയി? മാഡം അത് എവിടെ വെച്ചിരുന്ന? ഞാൻ ആ തോക്ക് എന്റെ മേശയിൽ സുരക്ഷിതമായിട്ട് വെച്ചിരുന്നതാ. മേഡം എന്താ ഈ പറയുന്നത്? ആ വീട്ടിലെ മേഡത്തിന്റെ മുറി കയറി തോക്കെടുത്തോണ്ട് പോയി ആർക്കാ ധൈര്യമുള്ളത്? ഇനി അവിടുത്തെ ജോലിക്കാരെങ്കിലും ആയിരിക്കോ തോക്കെടുത്തത്? എനിക്കറിയില്ല. ജോലിക്കാരെയൊക്കെ ഞാൻ ചോദ്യം ചെയ്തു, അവരാരും എടുത്തിട്ടില്ല. അവർക്കൊന്നും എന്നോട് ചോദിക്കാതെ എന്റെ മുറി കയറാനുള്ള ധൈര്യം പോലും ഇല്ല. മാഡം, അവിടെയെല്ലാം ഒന്നുകൂടി ഒന്ന് തിരഞ്ഞു നോക്കൂ. ചിലപ്പോ അവിടെ എവിടെയെങ്കിലും മാഡം തന്നെ അത് മാറ്റി വെച്ചിട്ട് മറന്നുപോയതാണെങ്കിലോ? അങ്ങനെ ഞാനത് എങ്ങോട്ടും മാറ്റി വെച്ചിട്ടില്ല. അർച്ചനെ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എനിക്കത് ഉറപ്പാ. നിന്റെ കഴുത്തില് ഞാൻ കെട്ടിയ താലി ഉള്ളിടത്തോളം കാലം നിനക്ക് എന്റെ അരികിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. എനിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് ദൈവത്തിന് ഒരു ദിവസം മനസ്സിലാവും. അന്ന് ദൈവം നമ്മളെ വീണ്ടും ഒരുമിപ്പിക്കും. അതില് എനിക്കൊരു സംശയവുമില്ല.
ഞാൻ തന്റെ കഴുത്ത് കിട്ടിയ താലി അത് വെറും ഒരു സ്വർണമല്ല, എന്റെ പ്രാണന. ഗോകുലും മോളുടെ കഴുത്ത് കെട്ടിയ ഈ താലി കണ്ടോ? അവനും ഞാനും കൂടി പോയിട്ടാ ഈ താലിയും മാലയും സെലക്ട് ചെയ്തത്. ആദ്യം ഞാൻ സെലക്ട് ചെയ്തത് വേറൊന്നായിരുന്നു, പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടത് ഈ താലിമാല. അവൻ ഇത് തന്നെ വേണമെന്ന് വാശി പിടിച്ചു. ഈ താലി നിന്റെ കഴുത്തിൽ അണിയിക്കുമ്പോ അവന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണായിരുന്നു. ആ സന്തോഷം ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്നു മുതൽ അതൊക്കെ ഉണ്ടാവും. കഴിഞ്ഞതെല്ലാം അങ്ങോട്ട് കളഞ്ഞേക്കണം. ഇതൊരു പുതിയ ജീവിതമാണെന്ന് വിചാരിച്ചാൽ മതി. ഇതെന്തിനാ ഹർഷൻ ഡോക്ടർ ഈ സമയത്ത് വിളിക്കുന്നത്? എനിക്കാണെങ്കിൽ ഓട്ടം പോവാൻ ഒരു മൂടുമില്ല.